സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ നടൻ ബാബുരാജിന് മുൻകൂർ ജാമ്യം 10 ദിവസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം എന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് നൽകിയ പരാതിയാണ്. ഇപ്പോൾ എന്താണ് കോടതിയുടെ ഉത്തരവ്? ഈ നടൻ ബാബുരാജിന് മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിലെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ ആണ് ബാബുരാജിന് മുൻകൂർ ജാമ്യം കിട്ടിയത്. 10 ദിവസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. ചില ജാമ്യ വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്താൽ ജാമ്യം നൽകി വിട്ടയക്കണം. ഇതാണ് കോടതിയുടെ നിർദ്ദേശം. പരാതി നൽകാനുണ്ടായ കാലതാമസം സംബന്ധിച്ച് സിദ്ദിഖിന്റെ കേസിൽ കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവ് ഈ കേസിലും ബാധകമാണ് എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. ജസ്റ്റിസ് CS ഡയസ് ആയിരുന്നു ഈ കേസ് കേട്ടത്. അടിമാലി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യം. അതായത് സംഭവം നടന്ന് വളരെ നാളുകൾക്ക് ശേഷം ഈ പദ്ധതി നൽകുന്നതിൽ മായി ബന്ധപ്പെട്ടാണ് ഇവർ ഇപ്പോൾ ജാമ്യത്തിന് അർഹത നേടിയിരിക്കുന്നത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നതായിരുന്നു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതി. ആ പരാതിയിലാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ബാബുരാജിന് 10 ദിവസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. പരാതി നൽകാൻ വലിയ കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചത്.